ഞങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 7 മീറ്റർ സിംഗിൾ ജോയിൻറ്റ് റെയിലാണ്. റെയിൽ ആൻഡ് ബോൾ സ്ക്രൂ. കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവന്നിട്ട് റോബോട്ടിലേക്ക് ഫീഡ് ചെയ്യും. റോബോട്ട് ഓരോ കോമ്പണൻ്റ് ആയിട്ട് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ജനുവരി 19 മുതൽ 25 വരെ നടക്കുന്ന ഒരു എക്സിബിഷനായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇംടെക്സ് 2023 എന്ന് പറയുന്ന ഒരു എക്സിബിഷനാണ് ഈ ഒരു എക്സിബിഷൻ സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ഹാളുകളിലായിട്ട് വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി മെഷീൻസ് ആണ്. അത് സെൻസേഴ്സ്, റോബോട്ട്സ്, സോഫ്റ്റ്വെയർ, കോബോട്ട്സ് എന്നൊക്കെ പറയുന്ന ഒത്തിരി മെഷീൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എക്സിബിഷനിൽ കണ്ട കൗതുകം തോന്നിയ കുറച്ച് മെഷീൻസ് നമുക്കിവിടെ പരിചയപ്പെടാം. എൻ്റെ പേര് ശ്രീരാഗ്. ഞാൻ BFW ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. BFWൻ്റെ ഒരു ബ്രാഞ്ചാണ് M2Nest സൊല്യൂഷൻസ്. M2Nest സൊല്യൂഷൻസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ. ഇത് ഈ ഓട്ടോമേറ്റഡ് ഗൈഡ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് മാക്സിമം ഇൻഡസ്ട്രീസിലാണ്. ഈ പിക്ക് ആൻഡ് പ്ലേസ് വിത്ത് റോബോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റോബോട്ട് ഉപയോഗിച്ചിട്ട് പിക്ക് ആൻഡ് പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഗേജിങ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കോമ്പണൻ്റ് മെഷീനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് AGVയിലേക്ക് വെക്കും. AGV അത് കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവന്നിട്ട് റോബോട്ടിലേക്ക് ഫീഡ് ചെയ്യും. റോബോട്ട് ഓരോ കോമ്പണൻ്റ് ആയിട്ട് ഗേജിങ് ചെയ്തിട്ട് ഓക്കെ ഓർ നോട്ട് ഓക്കെ കോമ്പണൻ്റ് സെലക്ട് ചെയ്യും. ഓക്കെ ആണെങ്കിൽ അത് നമ്മളെ ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നോട്ട് ഓക്കെ ചെക്ക് ചെയ്യുമോ? അതായത് ഓക്കെ ആണോ അല്ലെന്നോ അതൊക്കെ ചെക്ക് ചെയ്യും. അതിനാണ് ഈ ഐറിസ് സ്ക്രീൻ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓക്കെ കോമ്പണൻ്റ്, നോട്ട് ഓക്കെ കോമ്പണൻ്റ്, അതിൻ്റെ സൈസ്, ഡയമെൻഷൻ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ, അത് ഓക്കെ കോമ്പണൻ്റ് സെപ്പറേറ്റും നോട്ട് ഓക്കെ കോമ്പണൻ്റ് സെപ്പറേറ്റും നമ്മളെ ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മാറ്റി വെക്കും. റോബോട്ടിന് സിഗ്നൽ ഈ ഐറിസ് സ്ക്രീൻ വഴി റോബോട്ടിന് കിട്ടും. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് UR റോബോട്ടാണ്. UR5 റോബോട്ടാണ്. 5 kg പേലോഡുള്ള ഒരു റോബോട്ടാണ്. ഇത് AGV ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ നയ എന്നാണ് നമ്മൾ പേരിട്ടത്. ഇതിന് മാക്സിമം ലോഡ് വരുന്നത് 500 ലോഡ് വരെ ഇതിന് കപ്പാസിറ്റി ഉണ്ട്. മറ്റേ ഇത് ഒരു ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ വരെ ഇത് റൺ ചെയ്യാൻ പറ്റും. വൺ ടൈം ചാർജ് ചെയ്യുക. ഒരു 2-2.5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ വരെ ഇത് നിർത്താതെ റൺ ചെയ്യും. ഇത് നമുക്ക് ഈ റൺ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഇത് പോകുന്നത്. ഇപ്പോൾ ഇത് ലൈൻ ട്രാക്കിംഗ് ആണ്. ഇത് കളർ സെൻസിന് വെച്ചിട്ടാണ് ഇപ്പോൾ ലൈൻ ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂച്ചറിൽ വിത്തൗട്ട് ലൈൻ ട്രാക്കിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ഇംടെക്സിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഈ AGV വിത്ത് എല്ലാ സെൻസറും ഉണ്ട്. ഇപ്പോൾ AGV വന്നിട്ട് ഏതെങ്കിലും ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അതവിടെ സ്റ്റോപ്പായി അത് ഓട്ടോമാറ്റിക് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ ഇറ്റ് വിൽ റൺ. അത് റണ്ണാവുന്നതായിരിക്കും. ഒരു പ്രശ്നം വരില്ല. അതിന് 1 മീറ്റർ വരെ സെൻസിങ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ ഗ്യാപ്പിനുള്ളിൽ അത് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് ഓട്ടോമേറ്റഡ് ഗൈഡഡ് അതിന് ആരെയും സഹായം ആവശ്യമില്ല. ഉള്ളിൽ സെൻസർ ഉണ്ട്. അതുകൊണ്ട് അത് സെൻസർ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അതവിടെ സ്റ്റോപ്പാവും. അത് ഓട്ടോമാറ്റിക് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് റൺ ആവാൻ തുടങ്ങുന്നതായിരിക്കും. അതിനാണ് നമ്മളിവിടെ അത് കയറ്റത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഒരു ഡെമോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹായ് ഗൈസ്, എൻ്റെ പേര് കൃഷ്ണപ്രയാഗ് എന്നാണ്. ഞാനിവിടെ ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയായ BFW എന്ന കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. BFWൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ M2Nest എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻസ്റ്റാൾ ചെയ്ത 3D പ്രിൻറ്റിംഗ് ആപ്ലിക്കേഷൻ എന്നാണ് നമ്മളിവിടെ പറയുക. ഇവിടെ റോബോട്ട് വെച്ചിട്ടാണ് 3D പ്രിൻറ്റിംഗ് ആപ്ലിക്കേഷൻ ഓൾറെഡി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ 2 മിഷൻസ് ഉണ്ട്. ഒന്ന് റോബോട്ട് വെച്ചിട്ട്, ഒന്ന് CNC വെച്ചിട്ടുള്ള 2 മിഷൻസും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ DED ആപ്ലിക്കേഷൻ ഇവിടെ പ്രൊവോട്ട് ചെയ്തേക്കുന്നത്. DED മീൻസ് നമ്മൾ ഡയറക്റ്റ് എനർജി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിപ്പോൾ ലേസർ വെച്ചിട്ടാണ് ഈ 3D പ്രിൻറ്റിംഗ് ആപ്ലിക്കേഷൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പൗഡർ വെച്ചിട്ട് ഓൾറെഡി ആപ്ലിക്കേഷൻ പ്രൊവോട്ട് ചെയ്തിട്ടുണ്ട്. വിത്ത് റോബോട്ട് വെച്ചിട്ടും വിത്ത് മെഷീനും വെച്ചിട്ടും. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് എനർജി മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. റോബോട്ടാണ് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുന്നത്. റോബോട്ടാണ് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആക്ച്വലി ഇത് ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യുന്ന 6 ആക്സിസ് റോബോട്ടാണ്, എസ്കാവ റോബോട്ടാണ്.
അപ്പോൾ അഡീഷണൽ 2 മോട്ടറുണ്ട്. അപ്പോൾ നമ്മൾ ഈ അഡീഷണൽ 2 മോട്ടറിൽ നല്ലൊരു റോട്ടറി ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റോട്ടറി ടേബിളിലാണ് നമ്മൾ ഒരു മെറ്റീരിയൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വയർ ഫീഡർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ വയർ ഫീഡർ വെച്ചിട്ടാണ് ഇതിലെ കോമ്പണൻറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വയർ ഫീഡർ നമ്മളിപ്പോൾ എങ്ങനെയാണോ ക്യാമെന്നാണ് നമ്മൾ ഇത് പ്രോഗ്രാമിൻ്റെ എല്ലാ ഔട്ട്പുട്ടും വരുന്നത്. ഈ ക്യാം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഷേപ്പിനാണോ നിങ്ങൾക്ക് കോമ്പണൻറ്റ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ക്യാം സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ് ജനറേറ്റ് ചെയ്യും. ആ കോമ്പണൻറ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, നമുക്ക് റോബോട്ടിൻ്റെ പ്രോഗ്രാമിനനുസരിച്ച് അവർ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ആ ഔട്ട്പുട്ട് നമ്മൾ നേരെ റോബോട്ടിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് റോബോട്ട് എന്ത് ചെയ്യും, എങ്ങനെയാണോ ആ കോമ്പണൻറ്റ് മേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ റോബോട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. Hey, so this is the Firoz bike F160. This is milled from a solid block of 70-75 aerospace aluminum. So this bike is machined around 60 hours of machining time, and it's a really strong, stable design bike because there is no weld anywhere. It was milled from a solid block of aluminum. It's also a very unique and interesting design. Typically with a mountain bike you have tubes of carbon fiber of aluminum, but with this design you have a very unique geometric design. It's totally cool, and it's manufactured exclusively with tools from Ceratizit. Yeah, so this bike has some very high-end components. It has a drop seat. This is for enduro riding. So on trails, when you're going downhill on a steep trail, you want the seat low. But when you're going uphill, you want it to be much higher. You have also here disc brakes with high-end brake calipers, and you have here electronic gear shifting with the Bluetooth technology. So there is no mechanical cable connecting the gear shifting. These components like this pedal and here, as well as the brake calipers, are manufactured by a Ceratizit customer, Hope, in the UK. So this bike started as a 70-kilogram solid billet of aluminum, and now it weighs, with all the components, 17 kilograms. The price of the bike is, for India, maybe like in total 8.5 lakh. The frame is being sold without the components, maybe something like 4 lakh. You have to go on Ceratizit, cuttingtools.ceratizit.com, and type in Firoz bike, and you can find all the information if you're interested. So this bike is number 3. So these are very customized bikes with all the machining time required. This is a custom bike that you would need to do. So number 3, and it was manufactured on the 20th of January in 2020. And he's made about 15 total so far. ഞാൻ വിജേഷാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് THK India. So we are into linear motion guides and ball screw manufacturing, mostly in automation industry and SPM machines. Okay, so this is one of our products. This is robotic arm. So we have our products in this. ഞങ്ങളുടെ products ഇതിനകത്തുണ്ട്. linear motion guidesum, ball screwsum ഉണ്ട്, plus cross roller ringsum, link ballsum. ഇത് ഞങ്ങളുടെ THK ജപ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇന്ത്യയിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ. എന്തൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് മോസ്റ്റ്ലി പിക്ക് ആൻഡ് പ്ലേസ് ഓപ്പറേഷൻ ആണ്. മോസ്റ്റ്ലി ഇൻ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വെയർ ഹസാർഡസ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ ഹ്യൂമൻ പ്രസൻസ് ആവാതിരിക്കാൻ വേണ്ടി യു ക്യാൻ യൂസ് എ റോബോട്ടിക് പ്രസൻസ്. സോ മോസ്റ്റ്ലി പിക്ക് ആൻഡ് പ്ലേസ് ഓപ്പറേഷൻസ് ഇസ് യൂസ്ഡ് ഇൻ ദിസ്. ഇത് നമുക്ക് മൂവബിൾ ആണ് വരുന്നത്? യെസ്, മൂവബിൾ നമുക്ക് കിട്ടും. താഴെ നമുക്ക് മൂവബിൾ വീൽസ് വെക്കാം. ഇറ്റ് ഇസ് ഫ്രം വൺ റൂം ടു അനദർ റൂം ഓൾസോ. യു ക്യാൻ ബൈ ട്രാക്സ്, യു ക്യാൻ മൂവ് അവേ. Apart from that, we have ഞങ്ങളുടെ കയ്യിൽ ആക്ച്വേറ്റേഴ്സ് ഉണ്ട് ഫോർ മെഡിക്കൽ ആപ്ലിക്കേഷൻ, പിക്ക് ആൻഡ് പ്ലേസ് ഓപ്പറേഷൻ. യു ക്യാൻ മെഡിക്കൽ ഓപ്പറേഷനിൽ നമുക്കത് യൂസ് ചെയ്യാം. പ്ലസ് റോബോട്ടിക് ആംസ്, ആസ് എക്സ്പ്ലെയിൻഡ് ബിഫോർ, റോബോട്ടിക് ആംസ് ഉണ്ട്. ആക്ച്വേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ XYZ മോഷന് വേണ്ടി. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ XY&Z മോഷൻ ഓൾറെഡി. ഞങ്ങൾ ഇതിപ്പം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഫോർ പിക്ക് ആൻഡ് പ്ലേസ് ഓപ്പറേഷൻ. നിങ്ങൾ ആദ്യം കണ്ട റോബോട്ടിൻ്റെ കയ്യിൽ ഇത് THKയുടെ ബ്രാൻഡാണ്. ഞങ്ങളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇന്ത്യയിൽ. സോ വി ആർ ഗ്രാജുവലി കമ്മിങ് ആൻഡ് ടേക്കിംഗ് അപ്പ് ദ മാർക്കറ്റ് ആൻഡ് റോബോട്ടിക്സ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓപ്പറേറ്റ് ചെയ്യാൻ ഇത് മാനുവലാണ്. ദെയർ ഇറ്റ് ഈസ് ഓട്ടോമേറ്റഡ്. ഓക്കെ. സോ ദിസ് ഇസ് ഓൾസോ ഫോർ മെഡിക്കൽ ഇൻഡസ്ട്രി. ഇറ്റ്സ് എ ട്യൂബ് ഫില്ലിംഗ് ഓപ്പറേഷൻ. ഞങ്ങളുടെ 3 ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഇറ്റ് ഇസ് മൂവിങ് ഇൻ XYZ ഡയറക്ഷൻ ഇൻ പ്രിസൈസ് ആക്യുറസി. ദ മോഷൻ ഇസ് പ്രിസൈസ്ലി കൺട്രോൾ. സോ ഈ ആപ്ലിക്കേഷൻ ഞങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 7 മീറ്റർ സിംഗിൾ ജോയിൻറ്റ് റെയിലാണ്. റെയിൽ ആൻഡ് ബോൾ സ്ക്രൂ.
ദിസ് ഇസ് ഫസ്റ്റ് ടൈം വി ഹാവ് ഞങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണിത്. ഇത് മോസ്റ്റ്ലി മറീൻ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യും ഞങ്ങൾ ഫോർ ഇൻറ്റേർണൽ വെൽഡിംഗ് ഓഫ് ദി പൈപ്സ് ആൻഡ് ഓൾ. സിംഗിൾ ജോയിൻറ്റ് ആപ്ലിക്കേഷൻ, 7 meter single joint application without sagging in a horizontal direction as well as vertical direction. Appearance inspection device another mostly is used to correctly locate the semiconductor chips and scan the serial number. Serial number semiconductor chips correctly positionൽ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. മോസ്റ്റ്ലി ഇൻസ്പെക്ഷൻ ഡിവൈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ്. ഇത് ഞങ്ങളുടെ ആക്ച്വേറ്റേഴ്സുമായിട്ട് ലീനിയർ മോഷനുമായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് അതിൻ്റെ അക്യുറസിയുടെ കാരണം. EHK ആക്ച്വേറ്റേഴ്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.